ഒരു വിൽസ്. അയ്യോ, ഒരു പാക്കറ്റ് അല്ല, ഒരെണ്ണം മതി. പാക്കറ്റ് വലിച്ച വലിയ കൂടും, അതുകൊണ്ടാണ്. എവിടുന്ന്? വടക്കുന്ന. പോലീസ് സ്റ്റേഷൻ എവിടെയാ? ദാ വളവ് തിരിഞ്ഞ് അല്പം അങ്ങോട്ട് പോയാ മതി. ഓ, എന്താ കാര്യം? അവിടെ ഇപ്പൊ പാറാവുകാരൻ മാത്രമേ കാണൂ. അതെന്താ? പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുത്തിട്ടില്ല. ഏടപ്പച്ചനാ ഇൻചാർജ്. അങ്ങനെ വേമനക്കിലോട്ട് പോകുന്ന കണ്ടു. മേമനക്കിലോ? സാറ് പുതിയതായതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. ഇവിടത്തെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണേലും ഉത്തരവ് കൊടുക്കുന്നത് മേമന പണിക്കരന്മാരാ. മേമന പണിക്കന്മാർ കേട്ടിട്ടുണ്ട്. മേമന തറവാട്ടിൽ നിന്ന് കായലോരത്തൊരു ഷെഡ് കെട്ട ആളെ വിട്ടാ തടയുമെന്നോ? ആരാ ദിനേശ തടഞ്ഞേ? അച്ഛാ, അത് പഞ്ചായത്ത് വക സ്ഥലത്ത് ഷെഡ് എത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ രാഘവൻ നായരുടെ മകൻ ഗോപിയും സാവിത്രിയമ്മയുടെ മകൻ രവിയും കൂടി തടഞ്ഞു എന്നാ അച്ചു പറഞ്ഞത്. രാഘവൻ നായർക്ക് സാവിത്രി അമ്മയ്ക്കും ഈ മാധവ പണിക്കർ ആരാന്ന് ശരിക്കും അറിവുള്ളതാണല്ലോ. മക്കളെന്താ പിന്നെ ഇങ്ങനെ ഒരു വിവരക്കേട് കാണിക്കാൻ? അവന്മാർക്ക് ഒരു എല്ല് കൂടുതലാ. ആ, ഞാൻ എടുത്തോളാം. എടുത്താൽ മാത്രം പോരാ, അവരെടുത്ത് മടിയിൽ വെച്ച് കുറച്ച് പാലും കൊടുക്കും. ഞാനത് അറിഞ്ഞില്ല ശിവൻപിള്ളേ. അറിഞ്ഞില്ല പോലും. എടോ അപ്പച്ച, താനിപ്പോ വെറും ഏടപ്പച്ചനല്ലോ, എസ് ഐയുടെ ചാർജുള്ള ഇൻചാർജ് അല്ലേ? എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം. താൻ അതിൽ ഇടപെടണ്ട. എന്നിട്ട് തന്നെ ഒന്ന് വിളിച്ചപ്പോ താൻ കുടിച്ച് ബോധമില്ലാതെ സ്റ്റേഷനിൽ കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അച്ഛാ, അത്യാവശ്യത്തിന് ഇയാൾ ഉപകരിക്കില്ല. അങ്ങനെ പറ രമേശൻ കുഞ്ഞെ. ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് 10ഉം 100ഉം ആയിട്ട് എത്ര രൂപയാ മാസം തോറിയാൽ കൊണ്ടുപോണേ? എന്തെങ്കിലും പ്രയോജനം നമുക്കും വേണ്ടേ? താൻ പഠിക്കൽ സാറിന്റെ കാര്യസ്ഥനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്റെ തൊപ്പി വരെ പണയം വെച്ചാ ഇവിടുത്തെ ഓരോ കേസുകളും ഞാൻ ഒതുക്കി തീർക്കുന്നത്. ഗോപിയും രവിയും ഞാൻ ഇന്നലെ പൊക്കേക്കാം സാർ. എടോ, വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തെങ്കിലേ ഫലമുള്ളൂ. എടാ ദിനേശ, നീ തന്നെ ചെന്ന് ഷെഡ് കെട്ടിക്ക്. ആരാ തടയാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അത്രയ്ക്ക് ധൈര്യമുള്ള പിള്ളേര് ഈ കരയിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. അയ്യോ, കള്ളൻ കള്ളൻ, പിടിക്കുവനെ പിടിക്കുവനെ. ആരെ പിടിക്കാനാ മാഷേ? കാലത്തെ എത്ര വാശി. പിന്നെ ഞാന് മയക്കത്തിൽ ഒരു കള്ളനെ പിടിക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. രമേശൻ കുഞ്ഞിനെ കാണാനായിരിക്കും വന്നത്? അല്ല. അപ്പൊ ദിനേശൻ കുഞ്ഞിനായിരിക്കും? അല്ല. അപ്പൊ സാക്ഷാൽ വലിയ പണിക്കർ ഇദ്ദേഹത്തെ കാണാനായിരിക്കും വന്നത്? അതുമല്ല, ഞാൻ തന്നെ കാണാനാ വന്നു. എന്നെയോ? എന്നെയാണോ താനെന്ന് വിളിച്ച്? അതെ. വിളിക്കടാ കുട്ടപ്പ സാറേന്ന്. കുട്ടപ്പ സാറേ. എന്താ നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. എന്നെ കണ്ടിട്ട് എന്താ കാര്യം? സാറിന് മാത്രമല്ല, അപ്പച്ച സാറിനെ കൂടി ഒന്ന് കാണണം. പരാതികളെല്ലാം ഞാനാണ് കൈകാര്യം ചെയ്യാറ് പതിവ്. എന്താ പ്രശ്നം? പോലീസ് എന്ന് വെച്ചാ നീക്ക് എന്തുവാടാ വിചാരിച്ച്? ഏതാടാ ഈ പയ്യൻ? എന്നെയും സാറിനെയും കാണാൻ വന്നാണേ. എന്താടാ, എന്തു വേണം? സോറി സർ, ഇന്ന് വരുമെന്ന് അറിയില്ലായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇവിടം വരെ വന്നതാണ്. അത്യാവശ്യം കഴിഞ്ഞെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് വന്നാൽ കൊള്ളാം. അവിടെയും ചില കാര്യങ്ങളുണ്ടല്ലോ. സർ, പുതിയ എസ് ഐ ആണ്. ആഹാ, വരണം വരണം. ഞങ്ങൾ എത്ര ദിവസമായി പുതിയ എസ് ഐയെ കാത്തിരിക്കുകയാണെന്ന് അറിയാവോ? ഞാൻ മാധവ പണിക്കർ. കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇതെന്റെ മക്കൾ ദിനേശൻ, രമേശൻ. ഹലോ. കോളേജിൽ പഠിക്കുന്ന ഏതോ പയ്യനാണെന്നല്ലേ കരുതിയത്? വന്നാട്ടെ, ഇരുന്നാട്ടെ. അല്ല, എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് പെട്ടെന്ന് ചാർജ് എടുക്കണം. കയറിയിരിക്കാനും പരിചയപ്പെടാനൊക്കെ ഇനിയും സമയം സാവകാശം ഉണ്ടല്ലോ. ഔട്ട് ഹൗസ് ഒക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ടോ? ഒരാഴ്ചക്ക് മുമ്പേ റെഡിയാക്കിയിട്ടുണ്ട്. ലഗേജ് ഒക്കെ അങ്ങോട്ട് എടുപ്പിക്കാം. ഔദാര്യത്തിന് നന്ദി. എനിക്ക് വേറെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് മതി. എന്റെ ഭാര്യയാണ് ഇന്ദിര. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ച് പിടിച്ചിട്ടുണ്ട്. ആഹാ, അപ്പൊ അങ്ങനെ ഒരു പരിചയം കൂടെ ആയി. അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാകാം. വന്നാട്ടെ. പടൂ. ഈ മാടമ്പിമാരുടെ തിണ്ണനിറങ്ങിലെ ഡ്യൂട്ടി സമയത്ത് വേണ്ട. ഈ തൊപ്പി തലേ വെക്കാനും ഷൂ കാലിടാനുള്ളതാ. ഓക്കെ സർ. മേലെ ആവർത്തിക്കരുത്. ഓക്കെ സർ. ആ, ചെറുപ്പല്ലേ, തിളപ്പ് തീരട്ടെ. എന്താടി കൂടെ പഠിച്ചവനെ കണ്ടപ്പോ ഒരു വിമ്മിഷ്ടം? വല്ല പ്രേമം മറ്റോ ആയിരുന്നോ? ആ, താൻ പോകുന്ന വഴിക്ക് ഒരു കാര്യം ചെയ്യും. തെക്കേക്കരയിൽ കയറി
ആ രാഘവൻ നായരുടെയും സാവിത്രിയമ്മയുടെയും മക്കളോട് വേണ്ടാത്ത പണിക്കൊന്നും നിക്കണ്ട എന്നൊന്ന് പറഞ്ഞേക്കാൻ. ആ ഗോപിയും രവിയും വലിയ ശല്യക്കാരാ. ഇങ്ങനെ അനുസരണ ഇല്ലാത്തൊരു പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിടിച്ചു കണ്ടാണ് പൊട്ടിച്ചാലോ? നീയോ? എന്തേ പറ്റില്ലേ? ഞാൻ കാണിച്ചു തരാം. കളരി പഠിച്ചത് വെറുതെ ഒന്നല്ല. കൂനനുറുമ്പുകൾ മാളിക തീർക്കണമാവിൻ ചോട്ടിലോ പച്ചോലക്കുട ഒന്ന് മേലങ്ങ് പണിയിടാ കഴുതേ, ഇരുട്ടും മുമ്പ് തീരണം. വയസ്സായില്ല കാലത്തൊരു കുപ്പിയെങ്കിലും ചെന്നില്ലെങ്കിൽ ഒരു രുചിയില്ല. കഴുതേ കാലത്ത് പച്ചക്കാന്നോടാ വാർത്തിറങ്ങി. രാഘവൻ നായരെ, തന്റെ മോനോടും ഈ ചെറുക്കനോടും വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ട് തടി കേടാക്കരുന്ന് പറഞ്ഞേക്ക്. എനിക്ക് അവന് മോനെ പോലാടൂ. താൻ ചാടാ കാര്യം പറ. കാര്യമൊക്കെ അവർക്കറിയാം. എന്താടാ ഗോപി? ഒന്നുമില്ല അച്ഛാ, ചുമ്മാ. ഒന്നുമില്ല എന്നോ? മേമനെ തറവാട്ടിൽ നിന്ന് ഈ കായലോരത്തൊരു ഷെഡ് കെട്ടാൻ ആള് വിട്ടപ്പോ അവരെ തടഞ്ഞാ ഒന്നുമില്ല എന്നാണ്. ഗോപിടച്ച, ആ പഞ്ചായത്ത് സ്ഥലത്താ മേമനക്കാരുടെ ഷെഡ് കെട്ടല്, ആ വടക്കേ കെട്ടില്. 19 വീട്ടുകാരൻ നെല്ലുണക്കണ പൊതു സ്ഥലമാ അത്. അവിടെ മേമനക്കാർ ഷെഡ് ഉണ്ടാക്കാൻ വന്നാൽ ഞങ്ങൾ ഇനിയും തടയും. ഈ കരയിലെ ഒതുക്കാവുന്ന ഭൂമിയെല്ലാം മേമനക്കാര് പണ്ടേ ഓരോ വിധത്തിൽ ഒതുക്കിയിട്ടുണ്ടല്ലോ. ബാക്കിയല്ലേ ഉള്ളു നാട്ടുകാർക്കും പഞ്ചായത്തിനും. ഇനി അതിലും കൈയിട്ട് വരണോ? ആ അത് ശരി. പണിക്കരദ്ദേഹത്തിന്റെ മക്കള് ചൂടന്മാരാണെന്ന് അറിയാലോ. അവര് മുന്നും പിന്നും നോക്കാതെ എന്തെങ്കിലും ചെയ്താ അത് കൂടി പോകുമെന്ന് കരുതിയ എന്നെ ഇങ്ങനെ പറഞ്ഞയച്ചത്. എന്തിനാ? ഈ പിള്ളേരെ ഒന്ന് ഉപദേശിക്കാൻ. മേമന പണിക്കന്മാരുടെ വിരോധം സംഭവിച്ച എന്താ ഉണ്ടാവാന്ന് തനിക്കെങ്കിലും അറിയാലോ. പഞ്ചായത്ത് സ്ഥലത്ത് ഷെഡ് കെട്ടാൻ വന്നാൽ ഭരണവന്റെ നെഞ്ചത്തെങ്ങൾ ഷെഡ് കെട്ടുമെന്ന് പോയി പറഞ്ഞേക്ക്. നീ അല്ലെങ്കിലും തന്തയില്ലായ്മയെ പറയൂടാ കുരുത്തം കെട്ടവനെ. എന്റെ അമ്മേ! എന്ത് അത്രയ്ക്കായോ അധികാരം? എന്റെ കാര്യത്തിന്റെ നേരെ കൈവെക്കാനും ഈ നാട്ടിൽ ഒരുത്തം വളർന്നെന്നോ? ചെളിയിൽ വീണത് ഞാനാണെങ്കിലും ചെളി തെറിച്ചത് അങ്ങനിന്റെ മുഖത്താ. അതാ എനിക്കിപ്പോ ഏറ്റവും വലിയ സങ്കടം. അവന്റെ കരണക്കുറ്റി നോക്കി 4 പൂശി പൂശണമെന്ന് ഞാൻ ആലോചിച്ചതാ. പിന്നെ ഞാൻ ആ പാടത്ത് കിടന്ന് ആ അലവലാതിയായിട്ട് തല്ലുകൂടിയാ അവിടത്തേക്കല്ല എന്റെ കുറവ്. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞതല്ലേ, ആ ഗോപിയെ രവി ഒതുക്കില്ലെങ്കിൽ വലിയ ശല്യമാവുന്നു. ഞാൻ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലട്ടെ. ആ ഹേടപ്പച്ചും തൊപ്പി വെച്ച് അവിടെ ഇരിക്കുന്നത് കാക്കയെ ആട്ടാനാണോ എന്ന് എനിക്കൊന്നും അറിയണം. ആ വേണ്ട, ഇതിന് പോലീസും പട്ടാളവും ഒന്നും വേണ്ട. നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. ദിനേശ, ആ മേമന പണിക്കർക്കെതിരെ പറയാൻ ഇനി ഇവിടെ ഒരുത്തനും ധൈര്യപ്പെടരുത്. മുളയിലെ നുള്ളേണ്ടത് മുളയിലെ നുള്ളിക്കളയണം. മനസ്സിലായോ? ആ എന്തിനാ രവിയ ചൂമ്പിളയായിട്ട് വഴക്കിന് പോയത്? ഞാൻ വഴക്കിനൊന്നും പോയില്ലമ്മേ, അയാൾ ചുമ്മാ മെക്കിട്ട് കയറാൻ വന്നാ. ചേട്ടനല്ലേ അയാളെ പാടത്ത് തള്ളിയിട്ടത്? നീ മിണ്ടാ രാജി. എന്താ രാഘവേട്ടം ഉണ്ടായത്? പേടിക്കണ്ട സാവിത്രി, അതൊക്കെ എങ്ങനെ കിടക്കും. നിങ്ങൾ എന്താ മനുഷ്യ പറയണത്? മേമനക്കാരെ പേടിക്കണ്ടെന്നോ? അമ്മ എന്ന് കരുതി എന്നും പേടിച്ചു കഴിയണമെന്നാണോ? അങ്ങനെ വിടാൻ പറ്റില്ല. ആ മേമനക്കാരുടെ വരവാന്ന് തോന്നുന്നു. അയൽവാങ്ങിങ്ങട് അയ്യോ എന്താ ഇത്? വെറുതെ വഴക്കിന് പോണ്ട. മാറി. ആണുങ്ങൾ കാര്യം ചോദിക്കുമ്പോ നിന്ന് ചിണുങ്ങുന്നു. വേണ്ട മോനെ ചേട്ടാ, വേണ്ട. വിട്. പോലെ മോനെ. അമ്മച്ചി മാറിക്ക്. മാറി. മോനെ. ആരാ മേമനക്കാര്യത്തിനെ തൊട്ടത്? അതറിയാൻ കാര്യസ്ഥനോട് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. തമ്പുരാക്കന്മാരി നട്ടുച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. രാഘവൻ നായരെ, അറിയാനല്ല, നിങ്ങളെ ചിലത് അറിയിക്കാനാണ് വന്നത്. അതിന് മക്കള് രണ്ടുപേരും കൂടെ പോരണ്ടായിരുന്നു. മാധവപ്പണിക്കര് ചാകുമ്പം വായിക്കരിയിടാ ഒരെണ്ണമെങ്കിലും വേണ്ടായോ? അടിയാ, ജീവനിൽ കൊതിയുള്ളവൻ വാടാ. അയ്യോ ഗോപി, പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകാനാ പറഞ്ഞത്. ഓടി. ആദ്യം മുന്നോട്ട് വരുന്നവന്റെ തലയാനെടുക്കും. ചുണയുള്ളവൻ വാടാ. എന്താടോ അവിടെ കൂട്ടം കൂടിയിരിക്കുന്നത്? തിരിഞ്ഞു വിടോ. എന്താടോ? സാറേ, ഞങ്ങൾ ഇതാ അവിടെ ഒരു ഷെഡ് കെട്ടാൻ വന്നതാ. ഇവര് ഞങ്ങളെ തടയുന്നു. അത് പഞ്ചായത്ത് സ്ഥലമാണ് സാറേ. ഞങ്ങൾ ഇവിടുത്തെ 19 കുടുംബക്കാർ നെല്ലുണക്കുന്ന സ്ഥലമാണ് സാറേ അത്. തർക്കവും വിസ്താരവും ഒക്കെ പിന്നെ. ഇപ്പൊ എല്ലാരും പിരിഞ്ഞു പോണം. ഞങ്ങൾ ഷെഡ് കെട്ടാൻ വന്നതാ. ഞങ്ങൾ പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുക. പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ആ കമ്പി താഴെ ഇടൂ. താഴെ ഇടാൻ. അത് കളയടോ. കളയണ്ടോ? മര്യാദയ്ക്ക് പിരിഞ്ഞു പോകുന്നുണ്ടോ അതോ? ഇൻസ്പെക്ടർ മിസ്റ്റർ ദിനേശ്, മര്യാദയ്ക്ക് പറയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്വയം പിരിഞ്ഞു പോകുന്ന നല്ലത്, അല്ലെങ്കിൽ എനിക്ക് പിരിച്ചുവിടേണ്ടി വരും. വാടാ. കൈതക്കൽ രാഘവൻ നായരാരാ? ഞാനാ.
ഭാര്യ യശോദാമ്മ? ദാ ഇവള. ഉം. മകൻ ഗോപി? അത് ഞാനാ. താഴത്തെ വീട്ടിൽ സാവിത്രിയമ്മ നിങ്ങളല്ലേ? അതെ. മകൻ രവി. ഉം? ഉം. നിങ്ങൾക്കൊരു മകളില്ലേ രാജി? ഇതാ ഇവളാ. ഇവിടെ നീങ്ങണം. നീങ്ങി നിൽക്ക് പെണ്ണെ. അയ്യോ അതൊരു പാവാണ് മോനെ. താൻ പേങ്ങൻ അല്ലേ? ആ അതാണ് എന്റെ പേര്. അത് ഏമാൻ അങ്ങനെ മനസ്സിലായി? ആമ്പ്രാനെ. എന്താണ് സാർ കാര്യം? ഇവിടെ പറയടാ. ഇവിടെ ഒരു ഷെഡ് കെട്ടണമെങ്കിൽ നിന്റെയൊക്കെ അനുവാദം വേണം അല്ലടാ? കാര്യം ഞാൻ പറയാം. കാര്യം ഗോപിയുടെ അച്ഛൻ പറയണ്ട. പറയാതെ തന്നെ എനിക്ക് എല്ലാം അറിയാം. ആട്ടെ, എന്നെ ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല? എല്ലാവരും അറിയന്നെ. ഇവിടെ പണ്ടുണ്ടായിരുന്ന പോസ്റ്റ്മാൻ രാമവാര്യരെ ഗോപിയുടെ അച്ഛൻ മറന്നുപോയോ? രാമവാരുടെ ആരാ? ഞാൻ രാമവാര്യരുടെ മകൻ ഉണ്ണിയാ. ഉണ്ണി? രാമവാരുടെ മോൻ ഉണ്ണി? യൂണിഫോം ആകെ ചീത്തയാവും. എന്നാലും എന്റെ ഉണ്ണി, നീ ഇങ്ങനെ തടിപാടനായി പോയല്ലോ. എന്നെ തടി ഇവനല്ലേ? ദേ ഗോപി ഒട്ടും മോശമല്ല. വീടാ. രാജിക്ക് എന്നെ ശരിക്കും ഓർമ്മയില്ലാന്ന് തോന്നുന്നു. പരിചയക്കുറവ് മാറുന്നില്ലല്ലോ. ഓർമ്മ കാണും തമ്പ്ര. പണ്ടേ കല്യാണം കളിച്ചു വളർന്നല്ലേ, മറക്കാൻ പറ്റും തമ്പ്ര. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അച്ഛൻ എങ്ങനെയുണ്ട് മോനെ? തറവാട്ടി തന്നെയാ. ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവസം. എന്നാ സ്റ്റേഷനിലേക്ക് അല്ലട്ടെ? അവിടെ ആകെ താറുമാറായി കിടക്കുക. എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. ക്വാർട്ടേഴ്സ് ഒന്ന് പോയി നോക്കണം. വരട്ടാ.